ഒരു പ്രവർത്തനവും നടത്താതിരുന്ന UDF വളരെ ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് നടത്തിയത്. ഒരു കാര്യവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഹനത്തിൽ വരുന്ന വോട്ടർമാർക്ക് നമ്മൾ കൊടുത്തിരുന്ന സ്ലിപ്പുകളെല്ലാം അവരുടെ ചില നേതാക്കന്മാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിൽ, മണ്ഡലം പ്രസിഡന്റ് വിജയകുമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നമ്മുടെ വാഹനത്തിൽ വരുന്ന വോട്ടർമാരുടെ ഇടതുപക്ഷ മുന്നണിയുടെ പാനൽ സ്ലിപ്പ് വലിച്ചു കീറിക്കളയുന്ന ഒരുപാട് സന്ദർഭങ്ങൾക്ക് അവർ ബോധപൂർവ്വം നേതൃത്വം നൽകുകയുണ്ടായി. സ്വാഭാവികമായി വന്ന പ്രവർത്തകർ ഇതിനെ ചോദ്യം ചെയ്യും. ബോധപൂർവം അതിനകത്ത് സംഘർഷമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പ്രകടനം നടത്തി. 11 മണിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് അവർ ബഹിഷ്കരിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ ബഹിഷ്കരിച്ചില്ലെങ്കിലും ഇവിടുത്തെ സഹകാരികൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവരെ ബഹിഷ്കരിച്ചതാണ്. അതുകൊണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എന്തോ ബോധപൂർവമായി കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നവർ പറയുന്നത് അബദ്ധജടിലമായ വാചകങ്ങൾ മാത്രമാണ്. അതിന് അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയുകയാണ്. കരവാളൂർ മാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനിടെ LDF UDF സംഘർഷം. പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും കയ്യേറ്റ ശ്രമവും ഉണ്ടായി. വോട്ടർമാർക്ക് സ്ലിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് ഇടപെട്ട് സംഘർഷം നിയന്ത്രിച്ചു. ആര് കൊടുക്കുന്ന ഞങ്ങളെ ഇവിടെ വെറുതെ പോസ്റ്റ് പോലെ നിൽക്കുക. ആരും കൊടുക്കുന്നില്ല. അവർ തള്ളേ മോളും അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത്. ഞങ്ങളാരും കാണുന്നില്ല. നിങ്ങൾ സംസാരിക്കരുത്. പാർലമെന്ററി ബഹുമാനത്തിന് കാര്യം ചെയ്യണം. പാർലമെന്ററി ബഹുമാനത്തിന് കാര്യം ചെയ്യണം. പാർലമെന്ററി ബഹുമാനം ഏകപക്ഷീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം പറയുന്നില്ല.
എന്തോ അവരെ ബഹുമാനിക്കുന്നില്ല. സാധാരണക്കാരെ എന്താ ബഹുമാനിക്കുന്നത്? അവർക്ക് അവിടെ ചോദ്യം ആദ്യകാരി ചോദ്യം നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കാൻ എനിക്ക് താല്പര്യം വിളിച്ചിറങ്ങുക. അവർ ചെയ്തോട്ടതാകാൻ വിഷയമായി എല്ലാവരും സംസാരിക്കുകയില്ല. സംസാരമൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും നടക്കുന്ന ഇലക്ഷൻ അതൊക്കെ എല്ലാം സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പോലീസുകാരനെ അടിക്കാൻ സാധാരണക്കാർ നമുക്കൊക്കെ പുള്ളി അടിക്കാൻ തുടങ്ങിയത് ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! യുഡിഎഫ് സിന്ദാബാദ്! ബഹിഷ്കരണം! മാത്രരാജ്യ തെരഞ്ഞെടുപ്പ് യുഡിഎഫ് ബഹിഷ്കരിക്കുന്നു. വേണ്ടേ വേണ്ടേ തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ബഹിഷ്കരിക്കൂ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കൂ പോലീസുകാരെ കൈകാര്യം ചെയ്യുക. ശാരീരികമായി കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് മര്യാദയാണ്.
എല്ലാവർക്കും അറിയാം. ഈ സർവീസ് സഹകരണ ബാങ്കിൽ ആയിരക്കണക്കിന് വ്യാജ ID കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് ആളുകൾക്ക് അനധികൃതമായി അംഗത്വം നൽകിക്കൊണ്ട് ഈ ബാങ്ക് പിടിച്ചെടുക്കാൻ ഈ ബാങ്കിൽ നടന്നിട്ടുള്ള മുഴുവൻ അഴിമതികളും മുഴുവൻ ക്രമക്കേടുകളും ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന AR ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ പോലും അവഗണിച്ചുകൊണ്ട് ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ നടത്തി വന്നിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നമുക്കറിയാം. കരിവണ്ണൂർ അടക്കമുള്ള സംസ്ഥാനത്തെ ബാങ്കുകളിൽ ഇടതുപക്ഷ മുന്നണി വ്യാപകമായി നടത്തിയിട്ടുള്ള ക്രമക്കേടും കൊള്ളയും കൊള്ളിവയ്പും അതിന്റെ ഭാഗമായി മാത്രം സർവീസ് സഹകരണ ബാങ്കിനെ നടത്തിക്കൊണ്ടിരുന്നത് പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടി വ്യാപകമായി ID കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം ആദ്യമേ തുടങ്ങിയതാണ്. UDFന്റെ ആളുകൾ വോട്ടർ പട്ടിക നൽകാതിരിക്കുക, UDFന്റെ ആളുകൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുക, UDFന്റെ ആളുകൾക്ക് ID കാർഡ് നൽകാതിരിക്കുക തുടങ്ങി വ്യാപകമായ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെമ്പാടും. അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയിലെ ആളുകളെ പോലും അവഗണിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം മിതറായി മത്സരിക്കുന്നു. അവരെ പോലും ഒതുക്കിക്കൊണ്ട് ഈ ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇടതു മുന്നണിയുടെ ചില ആളുകൾ നടത്തിയത്. അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സജ്ജരായി വന്നത്. പക്ഷേ ഇന്ന് അതിരാവിലെ മുതൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സ്കൂളിന്റെ അങ്കണത്തിലേക്ക് UDFന്റെ പ്രവർത്തകരെ കയറ്റാതെ, UDFന്റെ സ്ഥാനാർത്ഥികളെ കയറ്റാതെ, UDFന്റെ ആളുകളുടെ സ്ലിപ്പ് വാങ്ങിച്ച് കളയുന്നതടക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പോലീസും ഇതിന് കൂട്ടുനിന്നുകൊണ്ട് വ്യാപകമായ ക്രമക്കേടുകൾ ഈ സ്കൂളിൽ നടക്കി തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ നടക്കുകയാണ്. പോലീസിന്റെ നിർദ്ദേശങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ ചില ആളുകൾ ഈ ബാങ്കിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരന്തരമായി പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന UDF പ്രവർത്തകർ ഏറ്റവും അവസാനം ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടക്കമുള്ള ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇത് പിടിച്ചടക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുകയാണ്. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഈ പ്രദേശത്ത് അസാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഗുണ്ടകളെന്ന് തന്നെ പറയാവുന്ന ആളുകൾ ഏകപക്ഷീയമായി സ്ലിപ്പുകൾ കൊടുത്തുകൊണ്ട് UDFന്റെ പ്രവർത്തകരെയും വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളെയും ഗേറ്റിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഒരു സംവിധാനം, സമാന്തര സംവിധാനം, നിയമ വ്യവസ്ഥയെ അംഗീകരിക്കാതെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ 2-3 മണിക്കൂർ കൊണ്ട് LDFന്റെ പ്രവർത്തകരും അവരുടെ ഗുണ്ടകളും അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ് ഈ പോളിംഗ് ബൂത്തിൽ നമ്മൾ കണ്ടത്. നമ്മൾ അവരോടെല്ലാം ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ കാൻഡിഡേറ്റിനെ മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും അനാവശ്യമായി അകത്ത് ഈ ഇടപെടൽ നടത്തുന്ന LDFന്റെ പ്രവർത്തകരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നിഷ്ക്രിയരാണ്. അവർ നമ്മളോട് ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അവര് പോലീസുകാർ പോലും പറയുന്ന ആ കാര്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടം മാത്രം പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും UDFന്റെ പ്രവർത്തകരെ വോട്ട് ചെയ്യാനോ അവരുടെ സ്ലിപ്പുകൾ കൊടുക്കാനോ അനുവദിക്കാതെ അവസാനം പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ UDFന്റെ വൈസ് പ്രസിഡന്റ് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഒരു കാരണവശാലും ഏകപക്ഷീയമായ നടപടികളെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. LDF ബോധപൂർവം ക്രമക്കേടും അക്രമവും നടത്തിയെന്നും പോലീസ് LDFന് അനുകൂലമായ നിലപാടെടുത്തുവെന്നും ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തെരഞ്ഞെടുപ്പിൽ LDF പാനൽ വിജയിച്ചു. ഞായറാഴ്ച 12 മണിയോടെയായിരുന്നു സംഘർഷം. വെഞ്ചേമ്പ് സർക്കാർ LP സ്കൂളിൽ വിവിധ ബൂത്തുകളിലായി രാവിലെ 8-നാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. വോട്ടെടുപ്പിനെത്തിയ സഹകാരികൾക്ക് സ്ലിപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് പുറത്ത് റോഡിൽ ഇരു മുന്നണികളും തമ്മിൽ വാക്കേറ്റത്തിലായി. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്.
തുടർന്ന് ബൂത്തിലുണ്ടായിരുന്ന പോളിംഗ് ഏജന്റുമാരെ UDF പിൻവലിച്ചു. ജംഗ്ഷനിൽ പ്രകടനം നടത്തി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചു. LDF അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 5-ന് UDF മാത്ര ജംഗ്ഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തും. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി MM നസീർ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ സംസാരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. 100 വർഷം പിന്നിട്ട ബാങ്കിൽ 3 പതിറ്റാണ്ടോളമായി LDF ആണ് ഭരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അവിടെ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ അടുത്തതായി സ്വകാര്യ സുഹൃത്തുക്കളെ, സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് LDF-ന്റെ നേതാക്കന്മാർ സ്വീകരണം നൽകുകയാണ്. അതിനുശേഷം സ്ഥാനാർത്ഥികൾ ഫ്രണ്ടിലായി അണിനിരന്ന് മാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ അങ്കണത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള പൊതുയോഗ സ്ഥലത്തേക്ക് പ്രകടനമായി പോകുന്നതായിരിക്കും. സ്ഥാനാർത്ഥികളായവർ അകത്ത് നിൽക്കുകയും മറ്റുള്ള സഖാക്കൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പേര് വിളിക്കുന്ന സഖാക്കൾ മുൻപോട്ട് വന്ന് പേര് വിളിക്കുന്ന LDF-ന്റെ നേതാക്കന്മാർ അകത്ത് കയറി സ്വീകരണം നൽകി സ്വീകരിക്കുന്നതിനായി സഖാവ് ഡോക്ടർ K ഷാജി ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് V രാജനെ സ്വീകരിക്കുന്നതിനായി സഖാവ് ഡേവിഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 40 വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ വിജയിച്ച സഖാവ് അജാസിനെ സ്വീകരിക്കുന്നതിനായി സഖാവ് രാമചന്ദ്രൻ പിള്ളയെ ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച ശിശുപാലനെ സ്വീകരിക്കുന്നതിനായി സഖാവ് SN രാജേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് അജയ് K പ്രകാശിനെ സ്വീകരിക്കുന്നതിനായി സഖാവ് രാജീവൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് രാധാകൃഷ്ണൻ പിള്ളയെ സ്വീകരിക്കുന്നതിനായി സഖാവ് വിനോദ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വനിതാ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് ശ്രീലതയെ സ്വീകരിക്കുന്നതിനായി സഖാവ് VS പ്രവീൺ കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വനിതാ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് സതീദേവിയെ സ്വീകരിക്കുന്നതിനായി സഖാവ് പ്രസാദ് ഗോപിയെ ക്ഷണിച്ചുകൊള്ളുന്നു. SC വിഭാഗത്തിൽ വിജയിച്ച സഖാവ് സതീഷ് കുമാറിനെ സ്വീകരിക്കുന്നതിനായി സഖാവ് B ബിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് ഷാജി ഫിലിപ്പിനെ സ്വീകരിക്കുന്നതിനായി സഖാവ് ഷൈൻ ദീപുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് N തുളസിയെ സ്വീകരിക്കുന്നതിനായി സഖാവ് രാജലാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജനറൽ മണ്ഡലത്തിൽ വിജയിച്ച സഖാവ് ശശിധരൻ പിള്ളയെ സ്വീകരിക്കുന്നതിനായി സഖാവ് R മോഹനെ ക്ഷണിച്ചുകൊള്ളുന്നു. 40 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിൽ വിജയിച്ച സഖാവ് ആര്യ ഉദയനെ സ്വീകരിക്കുന്നതിനായി സഖാവ് മോഹൻകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാക്കിയുള്ള സഹാക്കൾ അതിന് പിറകിലായും കടന്നു വരണമെന്ന് അറിയിക്കുകയാണ്. വിജയിച്ചവർ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായും അതിന് പിറകിലായി ബാക്കിയുള്ള പ്രകടനത്തിൽ പങ്കെടുക്കുന്ന സഹാക്കളും അണിനിരക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നാളുകൾ കണ്ണുനീരടർന്നു മണ്ണിലും ഉറഞ്ഞ നാളുകൾ. സഹകാരികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1000 നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നടന്ന മാത്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ വരുന്ന സ്ഥാനാർത്ഥികൾക്കും ചരിത്ര വിജയം നേടിക്കൊടുത്ത മാത്ര സർവീസ് സഹകരണ ബാങ്കിനെ സ്നേഹിക്കുന്ന മാത്ര സർവീസ് സഹകരണ ബാങ്കിലെ മുഴുവൻ വരുന്ന സഹകാരികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് കിഴക്കൻ മേഖലയിലെ തന്നെ പ്രമുഖ സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.